ഊരകം കേന്ദ്രമായുള്ള സഞ്ജീവനി സമിതിയുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനം ആരംഭിച്ചു. സഞ്ജീവനി സമിതിയിൽ ഡയാലിസിസ് യൂണിറ്റിനൊപ്പം മറ്റൊരു സൗജന്യ പ്രവർത്തനം കൂടിയാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ്. സഞ്ജീവനി സമിതി പ്രസിഡന്റ് അച്യുതൻ മാസ്റ്റർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് സേവാ ഭാരതി സെക്രട്ടറി പ്രകാശ് കരുമന, സഞ്ജീവനി സമിതി ജോയിന്റ് സെക്രട്ടറി ഗോവിന്ദ്, നിർവാഹക സമിതി അംഗം വിജയൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതിനകം സഞ്ജീവനി സമിതിയിലെ ഡയാലിസിസ് യൂണിറ്റിൽ 1000 സൗജന്യ ഡയാലിസിസ് പൂർത്തിയായി കഴിഞ്ഞു. കിടപ്പ് രോഗികളുടെ മാനസിക ശാരീരിക ആരോഗ്യത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാക്കുന്നതാണ് ആദ്യഘട്ടമായി നടപ്പിലാക്കുന്നത്. ഇതോടൊപ്പം രോഗി പരിചരണം നടത്തുന്ന ബന്ധുക്കൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകും. പെയിൻ ആൻഡ് പാലിയേറ്റീവ് പരിചരണത്തിന് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വീടുകളിൽ അതാത് ദിവസങ്ങളിൽ നേരിട്ടെത്തി ഡോക്ടർ, നഴ്സ് എന്നിവരുമായി ചേർന്ന് ആവശ്യമായ സഹായങ്ങൾ സമിതി ഏർപ്പെടുത്തും. ദേശീയ സേവാഭാരതി കേരളത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് സഞ്ജീവനി സമിതിയുടെ നേതൃത്വത്തിൽ സേവാഭാരതി ചേർപ്പിന്റെ സഹകരണത്തോടെയാണ് സൗജന്യ പ്രവർത്തനം നടത്തുന്നത്. ഇതിനാവശ്യമായ വാഹനം സേവാശക്തി ഫൗണ്ടേഷൻ സൗജന്യമായി നൽകിയിരിക്കുകയാണ്. പാലിയേറ്റീവ് കെയറിന് രജിസ്റ്റർ ചെയ്യുന്നതടക്കം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9496363483. സഞ്ജീവനി സമിതി ഊരകത്തിൻ്റെ നേതൃത്വത്തിൽ ഈ നാട്ടിലെ രോഗീ പരിചരണത്തിന് പുതിയൊരു കാൽവെപ്പ് ഇന്ന് തുടക്കം വയ്ക്കുകയാണ്. ഇന്ന് മേടമാസം 1-ാം തീയതി നാം പെയിൻ ആൻഡ് പാലിയേറ്റീവ് ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. നിലവിൽ സഞ്ജീവനി സമിതിയിൽ സൗജന്യ ഡയാലിസിസ് യൂണിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ 6 ഡയാലിസിസ് മെഷീനുകളോട് നാം പരിപൂർണമായി കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഡയാലിസിസ് ചെയ്തു വരുന്നതാണ്. ഏകദേശം 1000 ഡയാലിസിസുകൾ നാം ഇവിടെ സൗജന്യമായി തീർത്തിരിക്കുകയാണ്. അതിനോടൊപ്പം സേവാശക്തി ഫൗണ്ടേഷൻ നമ്മളുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന് വേണ്ടി ഒരു സൗജന്യമായി വാഹനം നൽകിയിരിക്കുകയാണ്. അപ്പോൾ ആ വാഹനത്തിലൂടെ തന്നെ നാം ഇന്ന് രോഗീ പരിചരണം വീടുകളിലെത്തി നാം നടത്തുന്ന ഒരു പദ്ധതിക്ക്, പെയിൻ ആൻഡ് പാലിയേറ്റീവ് പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട വീടുകളിൽ, ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന വീടുകളിൽ നാം നിശ്ചയിക്കുന്ന ദിവസങ്ങളിൽ ആ വീടുകളിലെത്തി അവർക്ക് അവരുടെ ശാരീരിക ആരോഗ്യത്തിനും മാനസികാരോഗ്യത്തിനും ഉതകുന്നതായ എല്ലാവിധ പരിചരണവും സഞ്ജീവനി സമിതിയാൽ കഴിയുന്ന രീതിയിൽ നൽകുന്നതാണ്.